ഇന്ത്യയുടെ സൈനിക കരുത്ത് അതിർത്തികളിൽ മാത്രമല്ല റാവൽപിണ്ടിയിലെ പാക് സേനാ ആസ്ഥാനത്ത് വരെ പ്രകമ്പനമുണ്ടാക്കിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ സൈന്യം ലക്ഷ്യമിട്ടിട്ടില്ല. അതിർത്തിക്കപ്പുറമുള്ള തീവ്രവാദികളെ വെറുതെ വിടില്ല. ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ब्रह्मोस सिर्फ एक हथियार नहीं है, बल्कि यह अपने आप में एक मैसेज है। मैसेज हमारी आर्म्ड फोर्सेस के स्ट्रेंथ का है, मैसेज दुश्मन के प्रति हमारी डेटरेंस का है, प्रतिरोधक क्षमता का है। हमने केवल सीमा से सटे सैन्य ठिकानों पर ही नहीं कार्रवाई की, बल्कि भारत की सेनाओं की धमक उस रावलपिंडी तक सुनी गई जहां पाकिस्तानी फौज का हेडक्वार्टर मौजूद है। हमने दिखाया है भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी। അച്യുതനും ബൽറാം നെടുങ്ങാടിയും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം അച്യുതനിലേക്കാണ്. അച്യുതൻ, പ്രതിരോധ മന്ത്രി ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് തുടക്കമിട്ടിട്ടേയുള്ളൂ, അത് നിർത്തലാക്കിയിട്ടില്ല. ഏത് തരത്തിലുള്ള ഭീകരവാദവും അത് തുടച്ചു നീക്കി തന്നെ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. അക്കാര്യം കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും സ്മിത, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഒരു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായ ഒരു പ്രതികരണമാണ് ഈ ബ്രഹ്മോസ് എയറോസ്പേസ് പ്രൊഡക്ഷൻ അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെർച്വലി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഇത് നേരിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്തത് താൻ ഡൽഹിയിൽ തുടരേണ്ടത് ഈ നിമിഷങ്ങളിലെ ഒരു അത്യാവശ്യം കൂടിയാണ്. ചില സാഹചര്യങ്ങൾ ഈ അതിർത്തിയിലടക്കമുള്ളത് കൊണ്ട് തന്നെ താൻ ഡൽഹിയിൽ തുടരേണ്ടതായി ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, പെഹൽഗാം ഭീകരാക്രമണത്തിൽ നിരവധി കുടുംബങ്ങളുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു. എന്നാൽ അത് ഇന്ത്യൻ സായുധ സേന ആ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിന് നീതി നേടി നൽകി എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയിരിക്കുന്ന ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണം. പിന്നെ അതിനൊപ്പം പറയുന്നുണ്ട്, രാജ്യം ഒന്നടങ്കം ഇന്ത്യൻ സായുധ സേനയോട് നന്ദി പ്രകടിപ്പിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല, അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകം കൂടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. അതിർത്തിക്കപ്പുറമുള്ള അവിടെ ആ ഒരു അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതിർത്തിക്ക് അകത്തല്ല, അതിർത്തിക്ക് അപ്പുറമുള്ള ഭീകരരുടെ അവരുടെ മണ്ണ് പോലും സുരക്ഷിതമല്ല എന്ന് ഭീകരർക്ക് മുൻപിൽ കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അവിടെ ഇന്ത്യ തെളിയിച്ചു എന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു. തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു എന്നും പ്രതിരോധ മന്ത്രി പറയുന്നു. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വച്ചിട്ടില്ല എന്ന് വീണ്ടും പ്രതിരോധ മന്ത്രി ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഇന്ത്യ തുടക്കം മുതലേ പറയുന്നുണ്ട്, ഈ 9 തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടാകുമ്പോഴും അവിടുത്തെ സാധാരണ ജനങ്ങളെയോ അവിടെ പാക് സൈനിക കേന്ദ്രങ്ങളെയോ ഇന്ത്യ ലക്ഷ്യം വച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് പ്രതിരോധ മന്ത്രി ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ പാകിസ്ഥാനാകട്ടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെയും അതുപോലെ ആരാധനാലയങ്ങളെയും ഗുരുദ്വാരകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത്. പാകിസ്ഥാനുള്ളിൽ ചെന്ന് മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതും പറയുന്നുണ്ട്. അതിർത്തിയുടെ ഇരുവശത്തുമുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കുറച്ചുകൂടി വിശദമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് പ്രതിരോധ മന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ മറുപടി ഇന്ത്യക്ക് കഴിഞ്ഞ നാളുകളിൽ പാകിസ്ഥാൻ നൽകാൻ കഴിഞ്ഞു എന്നതാണ്. ഈ അതിർത്തിയിലടക്കം പാക് പ്രകോപനം ഉണ്ടായപ്പോഴും സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അതിന് തിരിച്ചടികൾ നൽകി. പാകിസ്ഥാനുള്ളിൽ തന്നെ പലയിടങ്ങൾ അവരുടെ തന്നെ സൈനിക കേന്ദ്രങ്ങളിൽ പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അത് ഈ ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പോലും ഇന്ത്യയുടെ ആ ഒരു നേട്ടം അല്ലെങ്കിൽ അത് കുറച്ചുകൂടി തെളിയിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം ഭീകരരുടെ മണ്ണ് അവർ ഈ അതിർത്തിക്കിപ്പുറം വന്ന് ഭീകരാക്രമണങ്ങൾ നടത്തി തിരികെ അതിർത്തിയിലൂടെ അവരുടെ മണ്ണുകളിലേക്ക് മടങ്ങുമ്പോൾ അവിടം പോലും സുരക്ഷിതമല്ല എന്ന് തെളിയിക്കുവാനും ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കഴിഞ്ഞു എന്നാണ് പ്രതിരോധ മന്ത്രി ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. സ്മിത, ശരി അച്യുതൻ, ഏതായാലും സാധാരണക്കാരെ ആരെയും ഒരു ഘട്ടത്തിലും ലക്ഷ്യമിട്ടിട്ടില്ല ഇന്ത്യൻ സൈന്യം. അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടം അത് ശക്തമായി തന്നെ തുടരുകയും ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അച്യുതനാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.